ഹായ്, വെൽക്കം ടു എജുബ്ലിസ് ലേണിംഗ്. കേട്ടറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട ഒരുപാട് സീരീസ് വീഡിയോസ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു. തീർച്ചയായും അതിൻ്റെ നെക്സ്റ്റ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഒരു പ്രത്യേക അറിയിപ്പ്, നമ്മൾ കേട്ടറ്റ് എക്സാമിന് വേണ്ടി ഒരു സ്പെഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഒരുപാട് PYQs മെറ്റീരിയൽസ് അതിലൂടെ നൽകിയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ കേട്ടറ്റ് എക്സാം എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പ് ഉപകാരപ്പെടുത്താം. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും താല്പര്യമുള്ളവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഇനി നമുക്കറിയാം, നമ്മൾ PYQs ആണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ചുകൂടി ഓപ്ഷൻസുകളൊക്കെ നോക്കിയിട്ട് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു PYQ സെഷനിൽ നമ്മൾ ആൻസർ മാത്രം നോക്കിയിട്ടല്ല പോവേണ്ടത്. അതിൽ കൊടുത്തിട്ടുള്ള 4 ഓപ്ഷൻസ്, ആ 4 ഓപ്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെ രീതിയിൽ ചോദ്യം ചോദിക്കാം അത് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ A to Z നിങ്ങളിങ്ങനെ വായിച്ച് മനസ്സിലാക്കി പഠിക്കുന്നതിനപ്പുറം ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കാം. പെട്ടെന്ന് മനസ്സിലേക്ക് വരും. നമുക്ക് എളുപ്പത്തിൽ എക്സാമിൻ്റെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഏരിയകൾ നോക്കാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ സിലബസിൻ്റെ ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് വേണം. അതിൻ്റെ കൂടെ തന്നെ PYQ കൃത്യമായിട്ട് ചെയ്യാം. നമുക്ക് ഏതായാലും ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കൂ. ബ്രെയിൻ സ്റ്റോമിംഗ് സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? നമുക്കറിയാം, ബ്രെയിൻ സ്റ്റോമിംഗ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് അല്ലേ? അത് ഇതിലേതാണ് തെറ്റായ പ്രസ്താവന? ഇതൊരു പ്രശ്നാധിഷ്ഠിത രീതിയാണ്, അതായത് പ്രോബ്ലം സെൻറ്റേർഡ് മെത്തേഡാണ്. മറ്റൊന്ന്, ഒരു പ്രശ്നം സംബന്ധിച്ച എല്ലാ തരം വീക്ഷണങ്ങളും സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രോബ്ലവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡിഫറെൻറ്റ് വ്യൂസ് ഉണ്ടാവില്ലേ, അതെല്ലാം സ്വാഗതം ചെയ്യുന്നു. വിദ്യാർത്ഥികളുടെ വ്യക്തിഗത പ്രകടനം വിലയിരുത്തുന്നു. ഇൻഡിവിജ്വൽ ഇവാലുവേഷൻ ഓഫ് ദ സ്റ്റുഡൻസ്. നെക്സ്റ്റ്, വിദ്യാർത്ഥികളുടെ ഭാവനാശക്തി വർദ്ധിപ്പിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു, ഇതിൽ ഈ ബ്രെയിൻ സ്റ്റോമിങ്ങുമായി കണക്റ്റഡ് അല്ലാത്ത ഏരിയ ഏതാണ്? കൃത്യമായിട്ട് പറഞ്ഞാൽ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇൻഡിവിജ്വൽ ഇവാലുവേഷൻ ഓഫ് ദ സ്റ്റുഡൻറ്. ഒരു കുട്ടിയുടെ വ്യക്തിഗത ഇവാലുവേഷൻ അല്ല അതിലൂടെ നമ്മൾ നടത്തുന്നത്. അതേസമയത്ത് നമുക്കറിയാം, എല്ലാ തരം പ്രോബ്ലംസ് അതിലൂടെ നമ്മൾ നിരീക്ഷിക്കുന്നു, മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഒരു പ്രോബ്ലം സെൻറ്റേർഡ് ആണ്. ബ്രെയിൻ സ്റ്റോമിംഗ് ഉണ്ടാകുന്നത് ആ ഒരു പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ അത്തരം രീതികളൊക്കെ ഉപയോഗിക്കാറുള്ളത്. നെക്സ്റ്റ്, ഇമാജിനേറ്റീവ് പവർ ഓഫ് ദ സ്റ്റുഡൻറ് അല്ലേ? ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ അവർ ഉപയോഗപ്പെടുത്തുന്നത് അവരുടെ ഇമാജിനേറ്റീവ് പവറാണ്. അപ്പോൾ കുട്ടിയുടെ ഇമാജിനേറ്റീവ് പവർ എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ചെയ്യാൻ ബ്രെയിൻ സ്റ്റോമിംഗ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ഇത് മനസ്സിലാക്കുക. അപ്പോൾ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കാം. പ്രബലനം എന്ന ആശയം പഠന തത്വങ്ങളോട് ചേർത്ത് വെച്ച മനഃശാസ്ത്രജ്ഞൻ ഏത് സൈക്കോളജിസ്റ്റ് ആണ്? നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ് എന്ന കൺസെപ്റ്റ്, ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണെന്നാ? വാട്സൺ, പാവ്ലോ, സ്കിന്നർ, കൊഹ്ലർ. ആരായിരിക്കും? നമുക്കറിയാം, ഇത് കൊണ്ടുവന്നിട്ടുള്ളത് സ്കിന്നറാണ് അല്ലേ? റീഇൻഫോഴ്സ്മെന്റ്. നമുക്കറിയാം, സ്റ്റിമുലസ് കൊടുക്കണം, അതിൻ്റെ ഫലമായിട്ടൊരു റീഇൻഫോഴ്സ്മെന്റ് അല്ലേ? സ്റ്റിമുലസ് കൊടുത്താൽ റെസ്പോൺസ് ഉണ്ടാവും എന്നുള്ള ഒരു കൺസെപ്റ്റ്. എന്നാൽ ഈ റെസ്പോൺസ്, ഈ കൺസെപ്റ്റ് ആരുടേതാണ്? സ്റ്റിമുലസും റെസ്പോൺസും ഉണ്ടാവും എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ലേ? ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയും. ഇത് ആരുടേതാണ്? അത് പാവ്ലോവിൻ്റെ ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പാവ്ലോവിൻ്റെ ആണ്. എന്ത്? ക്ലാസിക്കൽ കണ്ടീഷൻ. പാവ്ലോ ക്ലാസിക്കൽ കണ്ടീഷനിങ്. അപ്പോൾ ഈ കണ്ടീഷനിൻ്റെ ഭാഗമായിട്ടാണ് എന്ത്? സ്റ്റിമുലസും അതുപോലെ തന്നെ റെസ്പോൺസും വരുന്നത്. റെസ്പോൺസ്. എന്നാൽ ഈ റെസ്പോൺസിനെ ഫോക്കസ് ചെയ്ത് ഈ റെസ്പോൺസിന് എന്ത് ചെയ്യണം? റീഇൻഫോഴ്സ്മെന്റ് വേണം. റെസ്പോൺസ് ഉണ്ടാവാൻ റീഇൻഫോഴ്സ്മെന്റ് ആണ് കൊടുക്കേണ്ടത് എന്ന കൺസെപ്റ്റ് ആരുടേതായിരുന്നു? അത് സ്കിന്നറുടേതാണ്. സ്കിന്നറാണ് അത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ റീഇൻഫോഴ്സ്മെന്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ട 4 കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. രണ്ടാമത്തേത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. എന്താണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്? ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒരു ജോലിക്കാരൻ, നേരത്തെ വരുന്ന ഒരു എംപ്ലോയി ഉണ്ടെന്ന് വിചാരിക്കും. അദ്ദേഹത്തിന് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ അദ്ദേഹം നല്ലൊരു പ്രവർത്തനം ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു? ഒരു നല്ലൊരു റെസ്പോൺസ് ലഭിക്കുന്നു ഇല്ലേ? അപ്പോൾ അവിടെ നമ്മൾ ആ റെസ്പോൺസ് എന്ത് ചെയ്യും? നമ്മൾ നല്ലൊരു റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുമ്പോൾ, ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ആ റെസ്പോൺസ് ഇൻക്രീസ് ചെയ്യാനാണ് അല്ലേ? നമ്മൾ ആ നല്ലൊരു കാര്യം ആ എംപ്ലോയി എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും ആവർത്തിക്കും. അതാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. എന്നാൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ അവരെ എന്ത് ചെയ്യുക?
കുറ്റപ്പെടുത്തലല്ല, മറിച്ച് നമുക്ക് അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം റിമൂവ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആവുക. ഓക്കെ, അതേ സമയത്ത് നമ്മൾ ക്ലാസ്സിൽ ഒരു അച്ചടക്കം ഇല്ലാത്തൊരു കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസ്സിന് പുറത്താക്കുന്നു. ഇവിടെ നമ്മൾ ചെയ്യുന്നത് അച്ചടക്കരാഹിത്യമുള്ള കുട്ടി, അത് അൺലൈക്ലി ബിഹേവിയർ ആണ്. ഈ അൺലൈക്ലി ബിഹേവിയർ ഉണ്ടാവുന്ന സമയത്ത് ആ കുട്ടിക്ക് നമ്മൾ എന്തെന്നു, ഒരു ക്ലാസ്സിന് പുറത്താക്കുക, അല്ലേ, അവിടെ ക്ലാസ്സിന് പുറത്താക്കുക എന്നുള്ള ഒരു പ്രവർത്തനം നടക്കുന്നു. അതിനാണ് പോസിറ്റീവ് പണിഷ്മെന്റ് എന്ന് പറയാം. മാറിപ്പോരുത്, പോസിറ്റീവ് പണിഷ്മെന്റ്. അതേ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസ്സിൽ ഒരു കുട്ടി അച്ചടക്ക രാഹിത്യം കാണിച്ചു, അല്ലേ, അപ്പോൾ ടീച്ചർ ആ കുട്ടിയോട് മിണ്ടാതിരിക്കുന്നു, പിണങ്ങുന്നു. ഇവിടെ ടീച്ചർ എന്താ ചെയ്തത്, അവിടെ ഒരു കാര്യം പുതുതായിട്ട് കൊണ്ടുവരില്ല, ഇതുവരെ നൽകിയിരുന്ന ഒരു സ്നേഹം അത് ടീച്ചർ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു, പിൻവലിക്കുന്നു. ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നെഗറ്റീവ് പണിഷ്മെന്റ് എന്ന് പറയാം. നിങ്ങൾ അധികവും എക്സാമിന് മാറിപ്പോകുന്ന ഒരു ഭാഗമാണ് ഈ നെഗറ്റീവ് പണിഷ്മെൻറ്റും അതുപോലെ തന്നെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, കുട്ടിക്ക് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു ലൈക്ലി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പക്ഷേ പോസിറ്റീവ് ആവുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു, അതേ സമയത്ത് നെഗറ്റീവ് ആകുമ്പോൾ റിമൂവ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ അൺലൈക്ലി ആയ ഒരു കാര്യം നമ്മൾ റിമൂവ് ചെയ്യുമ്പോഴാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടാവുന്നത്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. പരിഹാര ബോധനത്തിനായി കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ്. പരിഹാര ബോധനം എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കൂ, എ ടെസ്റ്റ് വിച്ച് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് ദ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഓഫ് ചിൽഡ്രൻ. കണ്ടോ, ലേണിംഗ് ഡിഫിക്കൽട്ടീസ് കണ്ടെത്തുന്നു. എന്തിനാ, ആസ് ടു ഫോളോ റെമഡിയൽ മെഷേഴ്സ് ഈസ് കോൾഡ്. അപ്പോൾ നമുക്കറിയാം പരിഹാര ബോധനം എന്ന് പറഞ്ഞാൽ റെമഡിയൽ മെഷേഴ്സാണ്. അപ്പോൾ റെമഡിയൽ മെഷേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളുടെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് അത് കണ്ടുപിടിക്കാൻ നടത്തുന്ന ടെസ്റ്റിൻ്റെ പേരാണ് ചോദിച്ചത്. ഏത് ടെസ്റ്റാണ്? ഓപ്ഷൻ നോക്കൂ, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, പഠന നേട്ടം, അല്ലേ. അതിൻ്റെ മലയാളം നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അല്ലേ, എന്നാലും ചെറിയൊരു പ്രയാസം ഉണ്ടാവും. രണ്ടാമത്തെ നോക്കൂ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, ഇൻ്റലിജൻസ് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ്. ഏതായിരിക്കും? ഇപ്പോൾ ഡയഗ്നോസ്റ്റിക്സിൻ്റെ ഒക്കെ മലയാളം നോക്കൂ, നിദാന ശോധകം. ഓക്കെ, ഏതായാലും ഇവിടെ നമുക്ക് ആൻസർ കിട്ടും. ഏതാണ് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് കണ്ടുപിടിക്കുന്നത്? അത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. കുട്ടികളിൽ ചിലപ്പോൾ ഒരു ഗ്യാപ്പ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും, പഠനത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് വന്നു. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് ആ കുട്ടിയുടെ പ്രശ്നം കണ്ടുപിടിക്കുക, അല്ലേ. കുട്ടികൾ ആദ്യം കുട്ടികളെ കണ്ടെത്തണം. എവിടെയാണ്, ഏത് കുട്ടികൾക്കാണ് ഈ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് വന്നത്, പഠിക്കുന്ന സമയത്ത് സ്ലോ ലേണിംഗ് വന്നത്. അപ്പോൾ ആ കുട്ടിയെ കണ്ടെത്തുക, കുട്ടിയിലുണ്ടാവുന്ന പ്രശ്നം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, എന്നിട്ട് അതിന് റെമഡിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. ഇതൊക്കെയാണ് ഇതിൽ നടക്കുന്നത്. അത് തന്നെ നടത്തുന്ന ടെസ്റ്റിൻ്റെ പേരാണ് ഡയഗ്നോസ്റ്റിക്. അപ്പോൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടി ഒരു നോളജ് അല്ലെങ്കിൽ ഒരു സ്കിൽ അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്യാം? അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ഉപയോഗിക്കാം. ഓക്കെ, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നമുക്കറിയാം, അക്വേർഡ് ആയിട്ടുള്ള നോളജ്, അല്ലെ, നോളജ് ഉപയോഗിക്കാം, അല്ല സ്കില്ല്, ഇതൊക്കെ കുട്ടി നേടിയെടുക്കുകയാണെങ്കിൽ അത് കണ്ടെത്താൻ അച്ചീവ്മെൻറ്റ്. എന്നാൽ റെമഡിയൽ മെഷേഴ്സിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഡയഗ്നോസിസ്. ഇൻ്റലിജൻസ് ടെസ്റ്റുകളൊക്കെ ഉണ്ട്, പല ടെസ്റ്റുകളുണ്ട് കേട്ടോ. ഇപ്പോൾ സ്റ്റാൻഫോർഡ് ബിനെറ്റ് ടെസ്റ്റ്, അത് ഇൻ്റലിജൻസ് ടെസ്റ്റിൽ വരുന്നതാണ്, സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റുകൾ. അപ്പോൾ നമുക്ക് ഏതായാലും ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എക്സാമിന് പഠിച്ചു പോവാം. നമുക്ക് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണെങ്കിലും മറ്റേ അച്ചീവ്മെൻറ്റ് ടെസ്റ്റും പഠിച്ചു പോവാം. അടുത്തത്, പ്രതിഭാധനനായ കുട്ടിക്ക്, അതായത് ഒരു ഗിഫ്റ്റഡ് ചൈൽഡ്, ആ കുട്ടിക്ക് നിർദ്ദേശിച്ചിട്ടില്ലാത്ത പഠന രീതി. നമുക്കറിയാം കുട്ടികളെ പല രീതിയിൽ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ബാക്ക്വേർഡ് ഉണ്ട്, അല്ലേ, മെൻ്റലി റിട്ടാർഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, അതുപോലെ ഗിഫ്റ്റഡ് ചൈൽഡ് ഉണ്ടാവും. ഇവർക്ക് ചില രീതികളുണ്ട്. ആ രീതികളിൽ നിർദ്ദേശിക്കാത്തത് ഏതാണ്? നോക്കൂ, ആക്സലറേറ്റർ ലേണിംഗ് കുട്ടികൾക്ക്, അല്ലേ, ത്വരിത പഠനം, അത് നിർദ്ദേശിച്ചതാണ്. കരിക്കുലം അഡാപ്റ്റേഷൻ, അല്ലേ, അനുകൂലനം നടത്തിയിട്ടുള്ള പാഠ്യപദ്ധതി, അതും ഗിഫ്റ്റഡ് ചൈൽഡിന് ആവശ്യമാണ്. എബിലിറ്റി ഗ്രൂപ്പിംഗ്, അവരെ എബിലിറ്റിക്ക് അനുസരിച്ചുള്ള ഗ്രൂപ്പിംഗ് നടത്തുക, അല്ലെ, സെപ്പറേറ്റ് ക്ലാസ് എന്നൊക്കെ പറയുന്ന അതിൽ റെമഡിയൽ ടീച്ചിങ് കൊടുക്കുക, പരിഹാര ബോധനം കൊടുക്കുക. അപ്പം നിങ്ങൾ ആലോചിച്ചു, ഗിഫ്റ്റഡ് ചൈൽഡിന് ഏതാണ് വേണ്ടാത്തത്? കൃത്യമായിട്ട് പറഞ്ഞാൽ റെമഡിയൽ ടീച്ചിങ് ആണ്. ഏതാണ്? റെമഡിയൽ ടീച്ചിങ്. ഇത് വേണ്ട. അപ്പോൾ ഇത് ബാക്ക്വേർഡായ കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതാണെന്ത്? റെമഡിയൽ ടീച്ചിങ്. ഇനി നിങ്ങൾക്കറിയാം, ഈ ആക്സലറേറ്റഡ് ലേണിംഗ് പോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം മറ്റൊന്നാണെന്ത്?
നമ്മളെ ഡബിൾ പ്രൊമോഷൻ. എന്താണ് ഡബിൾ പ്രൊമോഷൻ? മനസ്സിലാക്കണം, ഈ ഡബിൾ പ്രൊമോഷനും ആക്സലറേറ്റഡ് ലേണിങ്ങും സെയിം അല്ല. ഡബിൾ പ്രൊമോഷൻ എന്നാൽ നമുക്കൊരു കുട്ടി 5 കുട്ടിയെ 7 നേരെ ഒരു ക്ലാസ് സ്കിപ്പ് ചെയ്ത് വിടുന്നതിന് നമുക്ക് ഡബിൾ പ്രൊമോഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി നിങ്ങൾ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, നേടാനുള്ള അഭിപ്രേരണ കുട്ടികളിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ രീതി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടേമാണ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ അല്ലേ? മോട്ടിവേഷൻ്റെ ഭാഗമായിട്ട് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കുട്ടികളിൽ വളർത്തണം. അതിനുള്ള ഏറ്റവും നല്ല മാർഗം സെറ്റിംഗ് എ റിയലിസ്റ്റിക് ഗോൾ ഫോർ ദ ചൈൽഡ്. കുട്ടിക്കൊരു യാഥാർത്ഥ്യാധിഷ്ഠിതമായിട്ടുള്ള ലക്ഷ്യം കൊടുക്കുക. നിങ്ങൾ മനസ്സിലാക്കുക, കുട്ടി വലിയ സ്വപ്നങ്ങളൊക്കെ ഡ്രീമൊക്കെ കണ്ടിട്ട് പക്ഷെ അത് റിയാലിറ്റിയോട് വളരെ വിദൂരമായ സ്വപ്നങ്ങളാണ്. അത് കിട്ടാതാകുമ്പോൾ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു നിരാശ അതില്ലാതിരിക്കണം. അപ്പോൾ റിയലിസ്റ്റിക് ഗോളാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ആ രീതിയിൽ കുട്ടിക്ക് സെറ്റ് ചെയ്യാം. ലൈക്ക് ഗിവിങ് ഗൈഡൻസ്. എന്ത് ചെയ്യുക, കുട്ടിക്ക് ഒരു ഗൈഡൻസ് കൊടുക്കുക. ഈ രീതിയിലൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞൊരു ഗൈഡൻസ്. എക്സ്പ്ലെയിനിങ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ്റെ ഒരുപാട് തിയറികളിൽ ഈ തിയറിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഗിവിങ് ഫ്രീക്വൻറ്റ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. ഫ്രീക്വൻ്റ് ആയിട്ട് കുറേ അച്ചീവ്മെൻറ്റ് ടെസ്റ്റുകൾ നടത്തുക. ഇവിടെ നമ്മൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് എല്ലാം ശരിയായി തോന്നാം, പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസറാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഏതാണ്? നേടാനുള്ള അച്ചീവ്മെൻറ്റ് മോട്ടിവേഷന് വേണ്ടിയിട്ട് ഇതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളൊരു ആൻസർ ഏതാ? ഓപ്ഷൻ എ, സെറ്റിംഗ് എ റിയലിസ്റ്റിക് ഗോൾ ഫോർ ദ ചൈൽഡ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇപ്പോൾ ഗൈഡൻസ് കൊടുക്കാം. തിയറീസ് ഓഫ് മോട്ടിവേഷൻ, അത് ചിലപ്പോൾ ഒരു പരിധി വരെ നമുക്ക് മോട്ടിവേഷനെ കുറിച്ചൊക്കെ പറയാം. പക്ഷേ നമ്മൾ ഒരു കുട്ടിയെ സംബന്ധിച്ച് നമ്മൾ കൊടുക്കേണ്ടത് എന്താ? സെറ്റിംഗ് എ റിയലിസ്റ്റിക് ഗോൾ. ഓക്കെ, നെക്സ്റ്റ്, ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിലുള്ള അടുപ്പം, അനിഷ്ടം, മറ്റ് വ്യക്തിബന്ധങ്ങൾ എന്നിവ പഠിക്കാൻ അനുയോജ്യമായ മനഃശാസ്ത്ര രീതി. ഇംഗ്ലീഷ് നോക്കൂ, സൈക്കോളജിക്കൽ ടെക്നിക് suitable to assess intimacy, dislike and interpersonal relationship among members of a group. എന്തായിരുന്നു? ക്ലാസ്സിലെ കുട്ടികൾക്കിടയിൽ അവരുടെ കണക്ഷൻസ് അല്ലെങ്കിൽ ബന്ധങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിരുന്നല്ലോ. ഏതാണ്? പ്രൊജക്റ്റീവ് ടെക്നിക്കാണോ? സോഷ്യോമെട്രിക് ടെക്നിക്കാണോ? ഒബ്സർവേഷൻ ആണോ? ഫീൽഡ് സ്റ്റഡി ആണോ നടത്തേണ്ടത്? ഫീൽഡ് സ്റ്റഡി ആണോ? അല്ല. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? സോഷ്യോമെട്രിക് ടെക്നിക്ക്. നമുക്കറിയാം, ശ്രദ്ധിച്ചു നോക്കി, ഈ സോഷ്യോമെട്രിയുടെ ഫാദർ ഓഫ് സോഷ്യോമെട്രി എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, ജെൽ മൊറീനോ. അത് മറന്നു പോരുത് കേട്ടോ, ജെൽ മൊറീനോ. ജെൽ മൊറീനോ, ഈ പേര് മാറിപ്പോവരുത്. ജെൽ മൊറീനോ ആണ് സോഷ്യോമെട്രിക് ടെക്നിക്കുമായി കണക്റ്റഡ് ആയ ആൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറിയാണ് നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ക്ലാസ്സിലുള്ള ഇപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഒരു കുട്ടിയുമായിട്ട് കണക്ഷൻ ഉണ്ട്. ആ കുട്ടിയെ ഇഷ്ടപ്പെടുന്നെങ്കിൽ നമുക്ക് ആ കുട്ടിയെ എന്ത് പറയാം? സ്റ്റാർ എന്ന് പറയാം അല്ല? സ്റ്റാർ, താരം, ആ ക്ലാസ്സിലെ താരമായിരിക്കും. ഇനി ചിലപ്പോൾ 2 കുട്ടികൾ പരസ്പരം ജോഡികളായിട്ടുണ്ടാവും അല്ലേ? 2 ജോഡി നമുക്കറിയാം, ഇങ്ങനെ വരയ്ക്കല്ലേ? സോഷ്യോമെട്രി ഒക്കെ നിങ്ങൾ വരച്ചിട്ടില്ലേ? അപ്പോൾ 2 കുട്ടികളാണെങ്കിൽ നിങ്ങൾ പറയുന്ന പേര് പെയർ അല്ലേ? പെയർ എന്ന് പറയാം. അതുപോലെ ക്ലിക്ക് ഉണ്ട്, ക്ലിക്കുകൾ എന്നുള്ള വിഭാഗമുണ്ട്. ഇനി ആരുമായിട്ട് ഒരു ഏകാഗിയായ കുട്ടിയാണ്ട് അങ്ങനെ കുട്ടികളുണ്ടാവും. ഏകാഗിയായ കുട്ടികൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ക്ലാസ്സിലുണ്ടാവും സോഷ്യോമെട്രി ടെക്നിക്ക് പ്രകാരം. അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സോഷ്യോമെട്രിക് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി പ്രൊജക്റ്റീവ് ടെക്നിക്ക് നമുക്കറിയാം. പ്രൊജക്റ്റീവ് ടെക്നിക്ക് അത് അടുത്ത ക്വസ്റ്റ്യൻസിൽ വരാൻ പോകുന്നുണ്ട്, തീർച്ചയായും അവിടെ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, താഴെ പറയുന്നവയിൽ പ്രക്ഷേപണ തന്ത്രം പ്രയോജനപ്പെടുത്താത്ത വ്യക്തിത്വ മാപന രീതി. അതാണ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് നോട്ട് എ നോൺ പ്രൊജക്റ്റീവ് ടെക്നിക് ഓഫ് പേഴ്സണാലിറ്റി അസസ്മെന്റ്. അപ്പോൾ പ്രൊജക്റ്റീവ് എന്താണ് പ്രൊജക്റ്റീവ് എന്ന് പറഞ്ഞാൽ? നോക്കൂ, അബോധ മനസ്സിൽ അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള വികാരങ്ങളെയും ചില പ്രത്യേക സ്വഭാവ സവിശേഷതകളെയും മനസ്സിലാക്കുക. നമ്മുടെ അബോധ മനസ്സിലുള്ള സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചില ടെക്നിക്കുകൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? ചില കാർഡുകൾ, ചിത്രങ്ങൾ, കഥ ഒക്കെ പറഞ്ഞിട്ട് അല്ലേ? ഒരു കഥ ഭാഗം തന്നിട്ട് എന്ത് ചെയ്യുക? ബാക്കി പൂർത്തിയാക്കുക. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രൊജക്റ്റീവ് ടെക്നിക്കുകളുണ്ട്. അപ്പോൾ നമുക്കറിയാം ആ ടെക്നിക്കുകൾ അല്ലേ? ഇതിൽ താഴെ പറയുന്ന പ്രക്ഷേപണ തന്ത്രം പ്രയോജനപ്പെടുത്താത്ത വ്യക്തിത്വ മാപന രീതി കേട്ടോ, പ്രൊജക്റ്റീവ് ടെക്നിക്ക് അല്ല. റോഷെ ഇങ്ക്ബ്ലോ ടെസ്റ്റ്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, ഐസങ് പേഴ്സണാലിറ്റി ഇൻവെന്ററി നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം നമുക്കറിയാം ഈ റോഷെ ഇങ്ക്ബ്ലോ ടെസ്റ്റ്, അതുപോലെ തന്നെ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ നമുക്കറിയാം. ഇതെന്താ ചെയ്യുക? ടാറ്റ് എന്ന് പറയാം, TAT ടാറ്റ്.
മറ്റേത് WAT വാറ്റ് എന്ന് പറയാം. അപ്പോൾ ഇത് മൂന്നതിൽപ്പെട്ടതാണ്. അപ്പോൾ പെടാത്തത് ഏതാണ്? ഐസൻസ് പേഴ്സണാലിറ്റി ഇൻവെൻട്രി. അതൊരു പ്രൊജക്റ്റീവ് ടെക്നിക്ക് അല്ല. ഞാൻ നിങ്ങൾ ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാം, ഹെർമൻ റോഷെയാണ് ഏത് ടെസ്റ്റ് കൊണ്ടുവന്നത്? റോഷെ ഇംഗ്ബ്ലോട്ട്. തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് കൊണ്ടുവന്നത് മോർഗൻ മുറയാണ്. വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് കാൾ ഗുസ്താവ്. അതില്ലാത്ത മറ്റൊന്നാണ് എന്ത്? കാറ്റ്. എന്താ കാറ്റ്? ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ലിയോപോൾഡ് ബെല്ലാക്ക്. അപ്പോൾ തീർച്ചയായും ഈ ടെസ്റ്റുകൾ മനസ്സിലാക്കുക, ആരാണ് ഇതിൻ്റെ വക്താവ് എന്നും മനസ്സിലാക്കുക കേട്ടോ. ഈ 4 നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ബുദ്ധിയെ സംബന്ധിച്ച് സ്പിയർമാൻ്റെ ദ്വിഘടക സിദ്ധാന്തം ചിത്രീകരിച്ചിരിക്കുന്നു. ഇതിൽ G എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. നമുക്കറിയാം ഇൻ്റലിജൻസിനെ സംബന്ധിച്ച് ഒരുപാട് തിയറീസ് ഉണ്ട്. 2 ഫാക്ടർ തിയറി ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട് തിയറികൾ, പിന്നെ ത്രിഘടക സിദ്ധാന്തങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് ടയാർക്കിക് തിയറി അല്ലേ, ഇങ്ങനെയുള്ള സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്പിയർമാൻ്റെ 2 ഫാക്ടർ തിയറിയാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. സ്പിയർമാൻ അതിൽ G എന്നുള്ളത് നിങ്ങൾ നോക്കൂ, G കൊടുത്തിട്ടില്ലേ? G വന്നിട്ടുണ്ട്, Gയും Sഉം ഉണ്ട്. അപ്പോൾ എന്താണ് G കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജനറൽ ഇൻ്റലിജൻസ്, ഗ്ലോബൽ ഇൻ്റലിജൻസ്, ജെൻഡർ ഇൻ്റലിജൻസ്, സ്പെസിഫിക് ഇൻ്റലിജൻസ്. ഏതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം ഉത്തരം ഏതാണ്? ജനറൽ ഇൻ്റലിജൻസ്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് Gയും സ്പെസിഫിക് ഇൻ്റലിജൻസ്, ജനറൽ ഇൻ്റലിജൻസ്. എന്താണ് ഇതിൻ്റെ വ്യത്യാസം നോക്കൂ. G ഘടകത്തിൻ്റെ പ്രത്യേകതകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന്, ജന്മസിദ്ധമായതായിരിക്കും അല്ലേ? മാത്രമല്ല വ്യക്തിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അത് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, എല്ലാ പ്രവർത്തനങ്ങളും ജനറൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഭാഗം ഉണ്ടാവും. പിന്നെ അത് സ്ഥിരമായതായിരിക്കും. Gയുടെ അളവ് കൂടിയാൽ ജീവിത വിജയ സാധ്യത കൂടുമെന്നുള്ളതാണ്. അതേ സമയത്ത് S ഫാക്ടർ നോക്കൂ, പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കണം. ഇതാണ് S ഫാക്ടർ. ഓരോ പ്രവർത്തനത്തിനുമുള്ള S ഘടകം ഒരേപോലെ അല്ല. നമ്മൾ ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടാവില്ലേ? അപ്പോൾ ഒന്നിനെ ഒരു S അല്ലേ സ്പെസിഫിക് ഇൻ്റലിജൻസ് ആയിരിക്കും, മറ്റൊരു കാര്യം ചെയ്യാൻ മറ്റൊരു സ്പെസിഫിക് ഇൻ്റലിജൻസ് ആയിരിക്കും യൂസ് ചെയ്യാം. പിന്നെ S ഘടകത്തിൻ്റെ അളവിൽ വ്യക്തി വ്യത്യാസമുണ്ട്. ഓരോ വ്യക്തികളിലും എന്ത് ചെയ്യും? ഈ S ഘടകത്തിൻ്റെ അളവിൽ മാറ്റം ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്നു. 9ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ പ്രാഥമിക ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തെറ്റുണ്ട്. പ്രബലകം അല്ലാത്തത് എന്ന് പറഞ്ഞാൽ പ്രൈമറി റീഇൻഫോഴ്സർ അല്ലാത്തത് ഏതാണ്? പ്രൈമറി റീഇൻഫോഴ്സർ. അപ്പോൾ നിങ്ങൾ നോക്കൂ, എന്താണ് പ്രൈമറി റീഇൻഫോഴ്സ്മെൻറ്റ്? അത് മനസ്സിലാക്കിയാൽ നമുക്ക്, ഉദാഹരണത്തിന് ഒരു കുട്ടി, നിങ്ങൾ നോക്കൂ, ഒരു കുട്ടി വിശക്കാണ്, അവർക്ക് അല്ലെങ്കിൽ ദാഹിക്കുന്നവർക്ക് വെള്ളം, അല്ലെ വിശക്കുമ്പോൾ ഭക്ഷണം, ഇങ്ങനെ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് പ്രൈമറി റീഇൻഫോഴ്സ്മെൻറ്റ്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. നോക്കൂ, നാച്ചുറൽ ഓർ അൺലേർഡ് സോഴ്സ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്, അതാണ് പ്രൈമറി റീഇൻഫോഴ്സർ എന്ന് പറയാം. നാച്ചുറൽ ആയിരിക്കും, അല്ലെ അൺലേർഡ് ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല is biologically important since it determines the organism survival. ഉദാഹരണത്തിന് ഒരു ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ ഫുഡ് ഫോർ എ ഹംഗ്രി ഓർഗാനിസം, അതൊരു പ്രൈമറി റീഇൻഫോഴ്സ്മെൻറ്റാണ്. വർക്ക് ടുവാർഡ്സ് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഫിസിയോളജിക്കൽ നീഡ്സ്, ഒരാളുടെ ഫിസിയോളജിക്കലാട്ടോ ശാരീരികമായ നീഡ്സുകളുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. അതേസമയത്ത് മറ്റൊരു റീഇൻഫോഴ്സ്മെൻ്റ് ഉണ്ട്, സെക്കൻഡറി, വൺ വിച്ച് ഈസ് അക്വേർഡ് ക്യാരക്ടറിസ്റ്റിക്. എന്താണ് അക്വേർഡ്? പിന്നീട് നേടിയെടുത്തതായിരിക്കും ഓഫ് എ റീഇൻഫോഴ്സർ ബിക്കോസ് ഓഫ് ദ ഓർഗാനിസം എക്സ്പീരിയൻസ് വിത്ത് ദ എൻവയോൺമെൻറ്റുമായി, പരിസ്ഥിതിയുമായി ആ കുട്ടിക്ക്, ആ വ്യക്തിക്ക് ഉണ്ടാവുന്ന എക്സ്പീരിയൻസിലൂടെ കുട്ടി മനസ്സിലാക്കിയെടുക്കുന്ന, പഠിച്ചെടുക്കുന്ന കാര്യങ്ങളിൽ നിന്നാണ് ഈ റീഇൻഫോഴ്സ്മെൻറ്റ് വരുന്നത്. മറ്റൊന്ന്, ഫ്രീക്വൻ്റ്ലി യൂസ് മണി. നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്നു? പൈസ ഉപയോഗിക്കാറില്ലേ? പ്രൈസ് ആൻഡ് ഗ്രേഡ്സ് ആസ് റീഇൻഫോഴ്സേഴ്സ്. ഇതൊക്കെ ഗ്രേഡ് കൊടുക്കും, ക്ലാസ്സിൽ നല്ല മാർക്ക് കൊടുക്കും, A ഗ്രേഡ്, A+ ഗ്രേഡ് എന്നൊക്കെ കൊടുക്കാറില്ലേ? ഇതെന്താണ്? ഇതൊക്കെ യൂസ് ചെയ്യുന്ന സെക്കൻഡറി റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ പ്രൈമറി റീഇൻഫോഴ്സർ? ഏതാണ്? പ്രൈസിങ് എ ചൈൽഡ്, ഒരു കുട്ടിയെ പ്രൈസ് ചെയ്യുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പ്രൈസ് ചെയ്യുക, നമ്മൾ സോഷ്യലി ഒരു ആക്സെപ്റ്റൻസ് കൊടുക്കുക. ഇതെന്താണ്? പ്രൈമറി ആണോ? അല്ല, അതെന്താണ്? സെക്കൻഡറി. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. പെറ്റിങ് എ ഡോഗ് അല്ലേ, തലോടുക, ഗ്ലാസ് ഓഫ് അല്ലേ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം, കുടിവെള്ളം നൽകുക, കുടിക്കുക, ക്യാൻഡി ബാർ, മിഠായി കൊടുക്കുക, അതൊക്കെ എന്താണ്? പ്രൈമറിയാണ്. പക്ഷേ എന്തല്ല?
റൈസ് ചെയ്യുന്നത് പ്രൈമറി അല്ല. ഓക്കെ, ഇനി ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, സെക്കൻഡറി റീഇൻഫോഴ്സേഴ്സ് ഇൻ 3 കാറ്റഗറീസ്. സെക്കൻഡറി ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്ന് വിശദീകരിച്ചു. അതിൻ്റെ ഒരു 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് സോഷ്യൽ റീഇൻഫോഴ്സർ എന്നുണ്ടാവും, അതായത് സോഷ്യൽ ആക്സെപ്റ്റൻസ് ഒക്കെ അതിൽ പെടും. രണ്ടാമത് ടോക്കൺസ്, അതായത് ഫിസിക്കൽ ഒബ്ജക്റ്റുകൾ പോലെ മണി, ഗ്രേഡ്, പ്രൈസസ് ഒക്കെ കൊടുക്കുന്ന ഇതെന്താണ്, നമ്മൾ രണ്ടാമത്തെ വിഭാഗത്തിൽ പെടുന്നു. മൂന്നാമതാണ് ആക്ടിവിറ്റീസ്, ഇപ്പോൾ ഫ്രീ പ്ലേ, ലിസണിങ് ടു മ്യൂസിക് കേൾക്കുക, ട്രിപ്പ് പോവുക, ഇതൊക്കെ എവിടുന്ന് വരുന്നതാണ്, മൂന്നാമത്തെ സെക്കൻഡറി റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഓക്കെ, എന്നാൽ ഫിസിയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്കത് പ്രൈമറി റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയാം, റീഇൻഫോഴ്സർ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഞാൻ 9 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻസ് ആണ് സ്വന്തം കണ്ണിലൂടെയല്ലാതെ മറ്റൊരാളുടെ കണ്ണിലൂടെ ലോകത്തെ കാണാനുള്ള കഴിവില്ലായ്മ. നമുക്കറിയാം, കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ ചർച്ച ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ദ ഇനാബിലിറ്റി ടു സീ ദ വേൾഡ് ത്രൂ എനി വൺ എൽസ് ഐസ്. മറ്റുള്ളവരുടെ പേഴ്സ്പെക്റ്റീവിലൂടെ കാണാൻ പറ്റുന്നില്ല എക്സെപ്റ്റ് വൺസ് ഓൺ. സ്വന്തം എല്ലാം അല്ലേ, ലോകം മൊത്തം താൻ കാണുന്ന പോലെയാണ് ലോകം അല്ലേ. ഈ രീതിയിലുള്ള ഇതിന് പറയുന്ന പേര് കൺസർവേഷൻ, ഈഗോസെൻട്രിസം, ഒബ്ജക്റ്റ് പെർമനൻസ്, ഇറിവേഴ്സിബിലിറ്റി. എന്താണ് കറക്റ്റ് ആൻസർ? നിങ്ങളൊന്ന് ആലോചിച്ച് പറയും. ഉത്തരം ഈഗോസെൻട്രിസം. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇതൊന്ന് ഡിസ്കസ് ചെയ്യണം. എന്താണ് ഈഗോസെൻട്രിസം? നമ്മൾ ഈ ക്വസ്റ്റ്യൻസിലൂടെ മനസ്സിലാക്കി. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ഓപ്ഷൻസുകളാണ് ഇവിടെ. കൺസർവേഷൻ. എന്താ കൺസർവേഷൻ? നിങ്ങൾ നോക്കൂ, 2 കുപ്പി അല്ലേ, ഈ 2 കുപ്പിയിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു കുട്ടി പറയാണ്, ഇതിൽ വലിയ കുപ്പി ഏതാണ്? വലിയ കുപ്പി ഫസ്റ്റത്തതാണ്, അതുകൊണ്ട് ഇതാണ് അല്ലേ, ഇതാണ് വലുത് എന്ന് പറയാം. അതേ സമയത്ത് മറ്റേത് ചെറിയ കുപ്പിയാണ്, അതിൽ വെള്ളം കുറവാന്ന് പറയാം. നിങ്ങളത് നോക്കൂ, ഒരു കൺസർവേഷൻ ഇല്ലാത്ത കുട്ടിയാണ് അങ്ങനെ പറയാം. ഓക്കെ, ഇതിലുള്ള വെള്ളത്തിൻ്റെ അളവിനെ കുറിച്ച് കൃത്യമായ ആകൃതിയും രൂപത്തിലും വ്യത്യാസം വരുമ്പോൾ അളവിൽ മാറ്റം സംഭവിക്കില്ലെന്ന ധാരണ കൺസർവേഷനാണ്. ആ കൺസർവേഷൻ ഇല്ലായ്മയാണ് കുട്ടികളിൽ ഉണ്ടാവുക. ക്ലിയർ ആയോ? ഈ ധാരണക്ക് കൺസർവേഷൻ എന്ന് പറയും, ഇത് ഇല്ലായ്മയാണ് കുട്ടികളിൽ ഉണ്ടാവുക. രണ്ടാമത്തത് പ്രത്യാവർത്തന ചിന്തക്കുള്ള കഴിവ്, എബിലിറ്റി ഓഫ് റിവേഴ്സിബിലിറ്റി. വലിയ ആളുകൾക്ക് ഉണ്ടാവുന്നതാണ് റിവേഴ്സിബിലിറ്റി, അത് ഇല്ലാതിരിക്കും. ഡൽഹിയേക്കാൾ വലുതാണ് ഒരു ഉദാഹരണം പറഞ്ഞാട്ടോ, ഡൽഹിയേക്കാൾ വലുതാണ് ന്യൂയോർക്ക് എന്ന് പറയാം, എന്നാൽ ന്യൂയോർക്കിനേക്കാൾ ചെറുതാണ് ഡൽഹി എന്ന് തിരിച്ച് ചിന്തിക്കാനുള്ള കഴിവില്ല. മറ്റൊരു ഉദാഹരണം നോക്കൂ, ഇപ്പം 2 5 രൂപ നാണയങ്ങൾ ചേർത്താൽ 10 രൂപയാകും. അപ്പോൾ ആ കുട്ടിയോട് ചോദിക്കുക, ഒരു 10 രൂപ എന്ന് പറഞ്ഞാൽ എത്ര 5 രൂപ നാണയങ്ങളാണെന്ന് ചോദിച്ചാൽ കുട്ടിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ റിവേഴ്സിബിലിറ്റി കുട്ടിക്കില്ല, അത് കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ ഇല്ലാത്ത അവസ്ഥയാണ്, പിന്നീട് അത് ഉണ്ടായിയെടുക്കും. അടുത്ത നോക്കൂ, വസ്തുസ്ഥൈര്യം, ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയും. വസ്തുക്കൾ കണ്ണിൽ നിന്ന് മറഞ്ഞാലും നിലനിൽക്കുന്ന ബോധത്തെയാണ്. ചെറിയ കുട്ടികളുണ്ടല്ലേ, ഒരു കാര്യം ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, അവരത് മറക്കുന്നു. പെട്ടെന്ന് കരഞ്ഞ് കൊണ്ടിരിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യും, പെട്ടെന്ന് എന്തെങ്കിലും മിഠായി കണ്ടാൽ ചിരിക്കും. ഇതുവരെ കരഞ്ഞതൊന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ കുട്ടികളിലുള്ളതാണ് ഒബ്ജക്റ്റ് പെർമനൻസ് ഇല്ലായ്മ. ഇനി ഈഗോസെൻട്രിക് തോട്ട്, നമ്മൾ പറഞ്ഞില്ലേ, ഈഗോസെൻട്രിക് തോട്ട് കുട്ടികളിൽ ഉണ്ടാവും. അതാണെന്ത്, താൻ കാണുന്നത് പോലെയാണ് ലോകം എന്ന് കുട്ടി വിചാരിക്കും. ഇതിൽ നിന്നാണ് മറ്റൊരു കൺസെപ്റ്റ് ഉണ്ടാവുന്നത്. ഏതാണ്? ഇതിൽ നിന്ന് ആനിമിസം. ഇതും ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഈ ഓപ്ഷനിൽ വരാത്തതാണ് ക്വസ്റ്റ്യൻ. ആനിമിസം എന്താണ്? എല്ലാത്തിനും, കാണുന്നതിനൊക്കെ ജീവനുണ്ട് അല്ലേ. നമ്മളെ മേശയോട് സംസാരിക്കുക, മേശയുടെ കാല് തട്ടിപ്പോയാൽ 2 ചവിട്ടൊക്കെ കൊടുക്കുക അല്ലേ, വേദനയാവും. അപ്പോൾ ജീവനുള്ളൊരു പ്രത്യേകത, ജീവനുണ്ട് എന്നുള്ളൊരു പ്രത്യേകത വസ്തുക്കൾക്ക് കൊടുക്കുന്നത് ഏതിലൂടെ വന്നതാണ്? ഈഗോസെൻട്രിസം. മറ്റുള്ളവരുടെ വർത്തമാനങ്ങളൊന്നും അവർ ശ്രദ്ധിക്കൂല. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ 11ാമത്തെ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെ മനോസാമൂഹ്യ വികാസം വിശദീകരിക്കുന്ന സിദ്ധാന്തം ഏത്? മനോസാമൂഹ്യ വികാസം വിശദീകരിക്കുന്ന സിദ്ധാന്തം ഏതാണ്? ഇവിടെ നിങ്ങൾ ഇംഗ്ലീഷും കൂടി വായിക്കാം കേട്ടോ. സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ഈ വേർഡ് ശ്രദ്ധിക്കണം. ഇതാരാണ്? എറിക് എറിക്സൺ, സിഗ്മണ്ട് ഫ്രോയിഡ്, കോൾബർഗ്, ഹവിഗസ്. ആരാണ്? സൈക്കോ സോഷ്യൽ. ഇത് എറിക് എറിക്സൺ ആണ്. അദ്ദേഹത്തിൻ്റെ 8 സ്റ്റേജസ് അല്ലേ, കുട്ടികൾക്കുണ്ടാവുന്ന 8 സ്റ്റേജസ് ഓഫ് കോൺഫ്ലിക്റ്റ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കാം, ഈ 8 സ്റ്റേജസ്. ഇത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ട്രസ്റ്റിവിയസ്, മിസ്ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമുക്ക് പ്രത്യേക ഒരു വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. കാരണം അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാറുണ്ട് അല്ലേ. 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഏത് സ്റ്റേജിലാണ് നിങ്ങളൊന്ന് പറയും. ഞാനൊരു ചില വീഡിയോസിൽ ഇതിനൊക്കെ ഒരു കോഡുകൾ, നമ്മളെ സാറുമാരൊക്കെ പറഞ്ഞൊരു കോഡുണ്ട്. 3 മുക്കുറ്റി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 3
മുക്കുറ്റി, ഈ ഒരു കോഡ്. അപ്പോൾ 3-ാം വയസ്സ് മുതൽ നമുക്ക് ഉണ്ടാവുന്ന ഈ കാര്യങ്ങളൊക്കെ പറയാം, നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഏതായാലും ഇവിടെ നോക്കൂ, ഈ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ്. അതേ സമയത്ത് ഈ സിഗ്മണ്ട് ഫ്രോയിഡ് ഇല്ലേ, സിഗ്മണ്ട് ഫ്രോയിഡ്, അദ്ദേഹത്തിൻ്റെ ഒരു തിയറി ഉണ്ട്, സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ് അല്ലേ, സെക്ഷൽ ഡെവലപ്മെൻറ്റ്. ഇത് മാറിപ്പോരുത് കേട്ടോ. നമ്മളെ ഫ്രോയിഡിനെ കാണുന്ന സമയത്ത് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റിൻ്റെ ഇതിൽ മാറിപ്പോവാറുണ്ട്. ഓക്കെ, കോൾബർഗിനെ നിങ്ങൾക്കറിയാലോ, കോൾബർഗ് സുൽത്താൻ എന്ന ചിമ്പാൻസിയിൽ പരീക്ഷണം നടത്തിയ കോൾബർഗ് എന്തിൻ്റെ അല്ലേ, ഏതിന് വിഭാഗമാണ്, ഏതാണ്, ഗസ്റ്റാൾ അല്ലേ, ഗസ്റ്റാൾ സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യന് മുമ്പ് ഇവിടെ ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ട്, 8 കോൺഫ്ലിക്റ്റ് ഓഫ് സ്റ്റേജസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഹാവി ഗസ്റ്റിൻ്റെ 6 ഡെവലപ്മെൻ്റൽ ടാസ്ക് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഹാവി ഗസ്റ്റ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മാതാവായി അറിയപ്പെടുന്നത് എന്ന ക്വസ്റ്റ്യൻ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ്, ബിഹേവിയറിസ്റ്റുകളൊക്കെ ഉണ്ട്. അതുപോലെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് എന്നറിയപ്പെടുന്നത് പിയാഷെ, ബ്രൂണർ, സ്കിന്നർ, ലെവിൻ. ലെവിൻ ആരാണ് ഇതിൽ നമുക്കറിയാം. നമ്മൾ സോഷ്യൽ കൺസ്ട്രക്റ്റീവ് തിയറിയുടെ ഉപജ്ഞാതാവ് അല്ലേ, ആരായിരുന്നു, വൈഗോഡ്സ്കി അല്ലേ, വൈഗോഡ്സ്കി. അദ്ദേഹം നമ്മുടെ ഈ ഇതിലുണ്ടോ, വൈഗോഡ്സ്കി ഉണ്ടോ, ഇല്ല അല്ലേ. അദ്ദേഹത്തിൻ്റെ ZPD എന്നുള്ള കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ, ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒരു കുട്ടിക്ക് സ്വയം ഒരു കഴിവുണ്ടാവും അല്ലേ, അതും മറ്റൊരാളുടെ സഹായത്തോടെ അല്ലേ, മറ്റൊരാളുടെ കൈത്താങ്ങോട് കൂടിയിട്ട് ഒരു ലെവലിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഈ 2 ലെവലിൻ്റെയും ഇടയിലുള്ളൊരു ഭാഗത്തിനാണ് നമ്മൾ എന്താ പറയുക, സ്വയം ആ കുട്ടിക്കുള്ള കഴിവാണ്. അവൻ മറ്റൊരാളുടെ കഴിവുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതിന് മുകളിൽ മറ്റൊരു ലെവലിലേക്ക് എത്തിച്ചേരും, അല്ലേ, ഒരു പൊട്ടൻഷ്യൽ ലെവലിലേക്ക് എത്തിച്ചേരും. ഇതിനിടയിലുള്ള ഈ ഒരു സ്പേസിനാണ് അദ്ദേഹം എന്ത് പറയുന്നത്, ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ഈ സമയത്ത് എന്ത് കൊടുക്കണം കുട്ടിക്ക്, സ്കഫോൾഡിങ് കൊടുക്കണം. പക്ഷേ ഇദ്ദേഹം നമ്മുടെ വൈഗോഡ്സ്കി ഇവിടെ ഇല്ല. അപ്പം നിങ്ങൾ ഈ ഓപ്ഷൻസ് നോക്കൂ, ഇതിലാരാണ്, പിയാഷെ, ബ്രൂൺ. ഇവിടെ പിന്നെ ഉള്ളത് നമ്മൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ആളാണ് ബ്രൂണർ. ക്ലിയർ, ഇവിടെ ഓപ്ഷൻ അപ്പോൾ കറക്റ്റ് ബ്രൂണർ. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും, കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞാൻ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസ് കൊടുക്കാം. പഠനം സജീവമായൊരു സാമൂഹിക പ്രക്രിയയാണെന്ന വൈഗോഡ്സ്കിയുടെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബ്രൂണർ തൻ്റെ കാഴ്ചപ്പാടുകൾ രൂപീകരിച്ചിട്ടുള്ളത്. അറിവ് നിർമ്മാണ പ്രക്രിയ ഒറ്റപ്പെട്ട അവസ്ഥയിലല്ല, മറിച്ച് സാമൂഹിക സന്ദർഭങ്ങളിലാണ് നടക്കുന്നതെന്ന് ബ്രൂണർ അഭിപ്രായപ്പെടുന്നു. ഇങ്ങനെയുണ്ട് കേട്ടോ, അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 13th അല്ലേ, 13ാമത്തെ ചോദ്യമാണ്. ഗാർഡനറുടെ അഭിപ്രായത്തിൽ താഴെ പറയുന്നതിൽ ആർക്കാണ് ദൃശ്യസ്ഥല ബുദ്ധിയുള്ളത്? നമുക്കറിയാം ഈ വിഷ്വൽ സ്പാഷ്യൽ ഇൻ്റലിജൻസിന് ഒരു 8 അല്ലേ ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ്. എന്തൊക്കെ ഇൻ്റലിജൻസ് ആയിരുന്നു? ലിംഗ്വിസ്റ്റിക് അല്ലേ, കിനസ്തെറ്റിക് ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് ഇൻ്റലിജൻസുകളായിട്ട് തിരിച്ചതാരായിരുന്നു അല്ലേ, ഫേമസ് ആയിട്ടുള്ള ആരാണ്, നിങ്ങൾ പറയോ, കിട്ടിയോ, ആരാണ്? ഹവാർഡ് ഗാർഡനർ അല്ലേ, ഹവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി പ്രകാരം വിഷ്വൽ സ്പാഷ്യൽ ഇൻ്റലിജൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ആർക്കാണ് കൂടുതലുള്ളത്? അത്ലറ്റ്സ്, ആർട്ടിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, അതുപോലെ ലീഡേഴ്സ് എന്നാണ് വേണ്ടത് അല്ലേ, ലീഡേഴ്സ്. ആർക്കാണ് കൂടുതലുള്ളത്? വിഷ്വൽ സ്പാഷ്യൽ അല്ലേ, വിഷ്വൽ എന്ന് പറഞ്ഞാൽ ദൃശ്യപരമായിട്ടുള്ള സ്ഥലപരമായിട്ടുള്ള ഇൻ്റലിജൻസ് ആരായിരിക്കും? അത്ലറ്റിക്സുകൾക്ക് ഏതാണ്ടാകുക? കിനസ്തെറ്റിക് അല്ലേ, ബോഡിലി കിനസ്തെറ്റിക് ആണ് അവർക്ക് ഉണ്ടാകുക. ആർട്ടിസ്റ്റുകൾക്ക് ഉണ്ടാവുന്നത് ഏതാണ്? ചിത്രകാരന്മാർക്കൊക്കെ വരുന്ന. സൈക്കോളജിസ്റ്റ്, ലീഡേഴ്സ് നമുക്കറിയാം ഇന്റർപേഴ്സണൽ. അതേസമയം സൈക്കോളജിസ്റ്റ് ആണെങ്കിലോ ഇൻട്രാപേഴ്സണൽ. അപ്പോൾ നിങ്ങൾ നോക്കൂ, ആർക്കായിരിക്കും? ആർട്ടിസ്റ്റുകൾക്കാണ് സ്ഥലപരമായ ദൃശ്യപരമായിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ആ 4 ഓപ്ഷൻ തന്നെ പെട്ടെന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, മനോവിശ്ലേഷണ സിദ്ധാന്തം. ഇവിടെ വരുന്ന സൈക്കോ അനലിറ്റിക് തിയറി ഓഫ് പേഴ്സണാലിറ്റി അല്ലേ, ഇത് ആരുടേതായിരുന്നു? നമുക്ക് അല്ലേ, ഫ്രോയിഡിൻ്റെ ഒക്കെ. അപ്പോൾ ലഘു മാനസിക രോഗങ്ങൾക്ക് കാരണമാകുന്നത് എന്താണ്? ഇതിലെന്തോന്ന് ഒരു മാനസിക രോഗങ്ങൾക്ക് കാരണമാകും? ഏതാണ്? ഫോൾട്ടി ലേണിംഗ്, തെറ്റായ പഠന രീതി.
ഡിഫൻസ് മെക്കാനിസം, നമ്മൾ പല ഡിഫൻസ് മെക്കാനിസങ്ങളൊക്കെ അത് നമുക്ക് പ്രത്യേകം തന്നെ പറയേണ്ടത്, ഒരു നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പ്രത്യേകം അത് ഡിസ്കസ് ചെയ്യാം. ഡ്രീമിങ്, സ്വപ്നം കാണുക. റിപ്രഷൻ ഓഫ് ഡിസയർസ്, ആഗ്രഹങ്ങൾ അടിച്ചമർത്തുക. ഫ്രോയിഡിൻ്റെ കൺസെപ്റ്റ് എന്താ? റിപ്രഷൻ ഓഫ് ഡിസയർ, ആഗ്രഹങ്ങൾ മനസ്സിൽ ഇങ്ങനെ അടിച്ചമർത്തുന്നത് കൊണ്ടാണ് ചില മാനസിക രോഗങ്ങൾ ഉണ്ടാവുന്നത്. ക്ലിയർ അല്ലേ? ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യം. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ക്വാളിറ്റിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് സൈക്കോളജി കേട്ടറ്റ് എക്സാമിന് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. നിങ്ങൾ നോക്കൂ, അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് റോങ്ലി പെയർഡ്? തെറ്റായ ജോഡി മാറിപ്പോയത് എക്സാമിന് ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്കാണ്. നമ്മൾ കറക്റ്റ് ഇത് വായിക്കുന്ന സമയത്ത് ഈ റോങ്ലി എന്ന് നമ്മൾ ശ്രദ്ധിക്കൂല. അപ്പോൾ നമുക്കറിയാം ക്ലാസിക്കൽ കണ്ടീഷനിങ് പാവ്ലോ ആണല്ലോ. ഓക്കെ, കറക്റ്റ്, എ ഇസ് ദ കറക്റ്റ്. അങ്ങനെ കൊടുക്കും. പിന്നെ എക്സാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോഴാണ് നമ്മൾ അല്ലേ ഒരു ക്രോസ് സെക്ഷൻ നടത്തുന്ന സമയത്ത് ഇത് റോങ്ലി ആണല്ലോ. അപ്പം ഇങ്ങനെയുള്ള ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഇങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾ ഈ റോങ്ലി എന്നുള്ളതിൻ്റെ അടിയിൽ ഒരു വരട്ടാൽ മതി കേട്ടോ, റൗണ്ട് ഒന്നും ഇടണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് തിരിയും, അതാണ് ക്വസ്റ്റ്യൻ. ഇനി നോക്കൂ, നിങ്ങൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് പാവ്ലോവുമായിട്ട് കണക്റ്റഡ് അല്ലേ? അതെ, കറക്റ്റാണ്. ഓപ്പറന്റ് കണ്ടീഷനിങ് സ്കിന്നർ. ഓക്കെ. കൺസെപ്റ്റ് ലേണിംഗ്, അതെ, ജെറോമസ് ബ്രൂണർ തന്നെയാണ്. പിന്നെ ഒബ്സർവേഷൻ ലേണിംഗ്, അതാരാണ്? അതാരല്ല, തോണ്ടൈക്കല്ല. ഇപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഒബ്സർവേഷൻ ലേണിംഗ്, ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ 15 ചോദ്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുമായി കേട്ടിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ മറ്റുള്ള ആളുകൾക്ക് പരമാവധി പഠിക്കാനുള്ള അവസരം നൽകുക. താങ്ക് യു.